നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിക്ക് വേണ്ടി ഒരിക്കലും കരയരുത്. അയാളേക്കാൾ മികച്ച ഒരാളെ കണ്ടെത്താൻ നിങ്ങൾക്ക് അവസരം നൽകിയതിന് പുഞ്ചിരി കൊണ്ട് നന്ദി പറയുക. പ്രചോദനത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം നിങ്ങളുടെ ചിന്തകളാണ്. അതിനാൽ വലുതായി ചിന്തിച്ചു വിജയിക്കാൻ സ്വയം പ്രചോദിപ്പിക്കുക. ഒരു പ്രാവശ്യം ജയിക്കാനായി നിങ്ങൾ പലതവണ തോൽക്കേണ്ടി വരും. നിങ്ങൾ മറ്റുള്ളവരോട് മത്സരിക്കുന്നതിന് പകരം നിങ്ങളോട് തന്നെയാണ് മത്സരിക്കേണ്ടത്. മറ്റുള്ളവരുടെ തെറ്റിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക. അത് നിങ്ങളുടെ വഴികൾ നേരെയാക്കാൻ സഹായിക്കും. ഒരു വിത്ത് വളർന്ന് മരമാകാൻ ക്ഷമയോടെ കാത്തിരിപ്പു, പരിചരണവും ആവശ്യമാണ്. വിജയം നേടാനും ഇത് ആവശ്യമാണ്. പരാജിതരാകുമ്പോൾ ശ്രദ്ധിക്കുക. ജീവിതം നിങ്ങളെ എന്തൊക്കെയോ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ആത്മാർത്ഥമായി ചെയ്യുക. നാളെ മരണം കടന്നു വരുമോ എന്ന് അറിയുവാനാകുമോ? നിങ്ങളൊരു വിജയിയോ പരാജിതനോ ആയിട്ടല്ല ജനിച്ചത്. എന്നാൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായി നിങ്ങൾക്ക് അവസരമുണ്ടായിരുന്നു. അറിവ് മാത്രമാണ് ഒരു വ്യക്തിയെ അവസാന നിമിഷം വരെ പിന്തുണയ്ക്കുന്നത്. അറിവിന്റെ ശക്തിയിൽ ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിലെ എല്ലാ ദുർഘടമായ സാഹചര്യങ്ങളെയും മറികടക്കാൻ കഴിയും. പ്രതികൂല സാഹചര്യങ്ങൾ ഒരു മനുഷ്യന് പുതിയ ജീവിത പാഠങ്ങൾ പകർന്നു നൽകുന്നു. ധാരാളം ചെറിയ കാര്യങ്ങൾ ചേർന്നാണ് മഹത്തായ ഒരു കാര്യം സംഭവിക്കുന്നത്. അറിവില്ലാതെയുള്ള സ്നേഹവും സ്നേഹമില്ലാതെയുള്ള അറിവും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിക്കില്ല. മറ്റൊരാളുടെ വിജയം നോക്കി നിന്ന് സ്വയം വിജയിക്കാൻ മറന്നു പോകരുത്. 1000 പൊള്ളയായ വാക്കുകളേക്കാൾ നല്ലത് സമാധാനം നൽകുന്ന ഒരു വാക്കാണ്. നിങ്ങളുടെ പക്കൽ അല്പം മാത്രമേ ഉള്ളൂ എങ്കിലും ദാനം ചെയ്യുക. അച്ചടക്കമുള്ള മനസ്സ് സന്തോഷം നൽകുന്നു. ആത്മീയ പാതയിൽ നിങ്ങളെ പിന്തുണയ്ക്കാൻ ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുക. നിങ്ങളുടെ ഹൃദയത്തിന് ശരിയായ പാത അറിയാം. ആ ദിശയിലൂടെ ഓടുക. ഓരോ പ്രഭാതത്തിലും നാം പുനർജനിക്കുന്നു. ഇന്ന് നാം ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം. മൗനമൊരു സുഹൃത്താണ്. അത് ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കുകയില്ല. ബുദ്ധിമാനായ മനുഷ്യൻ അവന്റെ മനസ്സിനെ കീഴ്പ്പെടുത്തും. വിഡ്ഢി അതിൻ്റെ അടിമയായി മാറും. നിങ്ങളുടെ ജീവിതം നല്ല നല്ല അവസരങ്ങളിലൂടെയല്ല മെച്ചപ്പെടുന്നത്, മറിച്ച് നല്ല അനുഭവങ്ങളിലൂടെയാണ് മെച്ചപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം അത് നിങ്ങൾ തന്നെയാണ്. ആളുകളെ കുറിച്ചുള്ള സ്വന്തം വിശ്വാസങ്ങൾ മാറ്റുന്നതിനേക്കാൾ വസ്തുതകൾ വളച്ചൊടിക്കുവാനാണ് പലരും കൂടുതൽ ശ്രമിക്കാറുള്ളത്. ഓരോ മനുഷ്യനും തൻ്റെ കാഴ്ചപ്പാടിൻ്റെ അതിരുകൾ താൻ ജീവിക്കുന്ന ലോകത്തിൻ്റെ പരിമിതികൾക്കൊത്ത് വെട്ടിച്ചിരിക്കുന്നു. ഉത്തരവാദിത്തമെന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിച്ചേക്കാവുന്ന ഏത് സാഹചര്യത്തെയും ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ കഴിയുക എന്നതാണ്. ഒരു ജോലിയും സമ്മർദ്ദം ഉണ്ടാക്കുന്നില്ല. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ കഴിവില്ലായ്മയാണ് അതിനെ സമ്മർദ്ദത്തിലാക്കുന്നത്. മിക്ക സ്ത്രീകളും തൻ്റെ പുരുഷന്റെ സ്വഭാവം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അയാൾ പൂർണ്ണമായും മാറിക്കഴിയുമ്പോൾ അവർക്ക് അയാളെ ഉൾക്കൊള്ളാനും ആകില്ല. നിങ്ങൾ ബോധപൂർവം സാധാരണക്കാരനാകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അസാധാരണനാകുന്നു. അത്യാഗ്രഹം വാതിലിൽ മുട്ടുമ്പോൾ സ്നേഹം ജനൽ വഴി പുറത്തേക്ക് പറന്നുപോകും. ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത് അത് നാളെ നിങ്ങളെ ശക്തനാക്കും. ഒരാളുടെ മനസ്സ് പവിത്രമാണെങ്കിൽ അയാളുടെ ചുറ്റുപാടുകളും പവിത്രമായിരിക്കും. നല്ലൊരു വ്യക്തിയാകുക. അത് ബോധ്യപ്പെടുത്തി സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അന്വേഷിക്കുന്നത് എന്താണോ അത് നിങ്ങളെയും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ മഹത്തായ വിജയത്തിന്റെ പാതയിലേക്ക് നിങ്ങളെ നയിക്കും. നിങ്ങൾ ചിറകുകളോടെയാണ് ജനിച്ചത്. ജീവിതത്തിലുടനീളം ഇഴഞ്ഞു ജീവിക്കേണ്ടതുണ്ടോ? തീർത്തും ചെറിയ കാര്യങ്ങളിൽ നിരാശരാകരുത്. ഈ പ്രപഞ്ചം തന്നെ നിങ്ങളിലാണ്. നിങ്ങളുടെ ലോകം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ആവശ്യമുള്ളതെല്ലാം അവിടെയുണ്ട്.
നമ്മുടെ ഉള്ളിലുള്ള തീജ്വാലയെ തന്നെയാണ് നാം അന്വേഷിച്ചു നടക്കുന്നത്. ക്ഷമയോടെ കാത്തിരിക്കുക. ശരിയായ നിമിഷത്തിൽ എല്ലാം നിന്നിലേക്കെത്തും. ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുവോ അത്രത്തോളം ആത്മസംതൃപ്തി അത് നേടിയെടുക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടും. ജ്ഞാനിയായ ഒരു മനുഷ്യൻ ജയിക്കാൻ വേണ്ടി പോരാടുന്നു, പക്ഷേ പരാജയപ്പെടാൻ സാധ്യതയുള്ളതിനെ നേരിടാനുള്ള പദ്ധതി തയ്യാറാക്കിയില്ലെങ്കിൽ ബുദ്ധിയേക്കാൾ ഇരട്ടി വിഡ്ഢിത്തമുള്ളവനായി അവൻ മാറും. ആരോടെങ്കിലും മോശമായി സംസാരിക്കാൻ തോന്നുമ്പോൾ വായ് മൂടിക്കെട്ടി നിൽക്കുന്നതാണ് യഥാർത്ഥ പക്വത. നിങ്ങൾക്ക് അഭിനന്ദനം ലഭിക്കുന്നിടത്തേക്ക് പോകുക. അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം, ആരോഗ്യം, ജീവിതം എന്നിവ മികച്ചതായിരിക്കും. സ്നേഹത്തിന്റെ നിയമങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ നന്നായി മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. കാരണം അവരും അവരുടെ സ്നേഹവും നിഷ്കളങ്കമാണ്. ബുദ്ധിയുള്ള ആളുകൾക്ക് സുഹൃത്തുക്കൾ കുറവാണ്. ഒരു വ്യക്തി എത്ര മിടുക്കനാണോ അത്രത്തോളം സൗഹൃദ ബന്ധങ്ങളും കുറയുന്നു. സ്ത്രീയും പുരുഷനും വ്യത്യസ്തമായ രീതിയിൽ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നു. പുരുഷൻ പ്രവൃത്തിയിലൂടെ പരിഹാരം കാണുമ്പോൾ സ്ത്രീകൾ വൈകാരികമായി സമീപിക്കുന്നു. മറ്റാരുമില്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്കായി ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് എപ്പോഴും ഓർക്കുക. വിജയത്തിന് എന്തെങ്കിലും ഒരു രഹസ്യമുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാനും ആ വ്യക്തിയുടെയും അതോടൊപ്പം നിങ്ങളുടെ സ്വന്തം വീക്ഷണകോണിൽ നിന്നും ഒരുപോലെ കാര്യങ്ങളെ നോക്കിക്കാണാനുമുള്ള കഴിവിലാണ്. ഒരു പ്രശ്നം വൈദഗ്ധ്യം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്നേഹവും കരുതലും പ്രയോഗിക്കുക. ഏറ്റവും ചെറിയ ദൗത്യം പോലും പ്രയത്നമില്ലാതെ പൂർത്തിയാക്കാൻ പ്രയാസമാണ്. മറ്റുള്ളവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുക, എന്നാൽ സ്വയം കാര്യങ്ങൾ തീരുമാനിക്കുക. സ്ത്രീകൾക്ക് ഒരു ആണിനെ മാനസികമായി കീഴ്പ്പെടുത്താൻ 2 കാര്യങ്ങൾ മതി. 1. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. 2. അനുയോജ്യമായ സമയങ്ങളിൽ കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീർ. ചിലപ്പോൾ വിഡ്ഢികൾ പറയുന്നത് പോലും ശരിയായിരിക്കാം. എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ വേണ്ടത് ധൈര്യമാണ്. ശാന്തനായി ഇരുന്ന് കേൾക്കാനും ധൈര്യം ആവശ്യമാണ്. വിജയമല്ല പ്രധാനം, പരാജയം അവസാനവുമല്ല. പോരാട്ടം തുടരാനുള്ള ധൈര്യം മാത്രമാണ് പ്രധാനം.